ഇവിടെ നിന്നും ആർമി, നേവി, പോലീസ് തുടങ്ങിയ സർവീസിലുള്ള ആളുകൾക്ക് അവരുടെ ബന്ധുക്കൾക്കും ത്രിവേണി സംഗമത്തിൽ കുളിക്കാനുള്ള പ്രത്യേക സൗകര്യം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫോം ഫില്ലപ്പ് ചെയ്ത് പെർ ഹെഡ് 500 രൂപ ഫീസും അടച്ച് ഞങ്ങളുടെ ബോട്ട് വരുവാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു പ്രൈവറ്റ് ബോട്ട് സർവീസ് കണ്ടിരുന്നു. അവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പെർ ഹെഡ് 3000 രൂപ എന്നാണ് അവർ പറഞ്ഞത്. 30 പേരാണ് ആ ബോട്ടിൽ ഒരു സമയത്ത് പോവുക. 2 മണിക്കൂറാണ് അവർ നമുക്ക് ആ ബോട്ടിൽ സമയം തരുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂറിൽ ഒരു ബോട്ടിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം രൂപയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യമുന നദിയിലാണ്. യമുന നദി ഗംഗയുമായി ചേരുന്ന സ്ഥലത്താണ് VIP സ്നാനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മാക്സിമം കുളിക്കാൻ കിട്ടുന്ന സമയം 15 മിനിറ്റാണ്. അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ബോട്ടിലേക്ക് തിരിച്ചു കയറണം. മൊത്തം 45 മിനിറ്റാണ് അവിടുന്ന് ബോട്ടെടുത്ത് ഇവിടെ വന്ന് നമ്മളെ കുളിയും കഴിഞ്ഞ് തിരിച്ച് അവിടെ എത്തിക്കുന്നതിന് 45 മിനിറ്റ് അവർക്കുള്ളൂ. തുഴയുന്ന ബോട്ടുമാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് തിരിച്ച് ബോട്ടിലേക്ക്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെ തീരത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പൂജകൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബോട്ടും ഇതിൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ ആളുകൾ ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നത് യമുനയുടെ തീരത്താണ്. ഈ തീരത്ത് കുളിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, അവിടെ അധികം ഒഴുക്കില്ല. ഞങ്ങൾ കുളിച്ച സ്ഥലത്തൊക്കെ നല്ല ഒഴുക്കായിരുന്നു. ആ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വെള്ളത്തിലാണ് കുളിക്കാനുള്ള സൗകര്യം കിട്ടിയത്. തീരത്തേക്ക് വരുമ്പോൾ അധികം ഒഴുക്കുണ്ടാവില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ കുളിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീരത്ത് കാണുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും. എങ്കിലും ഈ VIP കൾക്കുള്ള സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്.